ഇപ്പോൾ രാവിലെകളിലൊക്കെ നല്ല തണുപ്പാണ്. അതുകൊണ്ട് തന്നെ രാവിലെ കിച്ചണിക്കൊക്കെ വരാൻ ഇത്തിരി മടിയുള്ള ഒരു ടൈമാണിത്. ഇന്ന് ഉമ്മ ഉണ്ടായിരുന്നില്ല. ഉമ്മ തലേദിവസം ഉമ്മാൻ്റെ സിസ്റ്ററിൻ്റെ വീട്ടിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. സിസ്റ്ററും അവളുടെ വീട്ടിലോട്ട് പോയിട്ട് കുറച്ച് ദിവസമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇന്ന്. ആസ് യൂഷ്വൽ എണീച്ച് വന്ന പാടെ തന്നെ ഞാൻ ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട്. പിന്നെ ഓൾറെഡി ഞാൻ മുട്ടക്കറി വെക്കാമെന്നുള്ളത് തലേദിവസം തന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഉള്ളിയൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കറിവേപ്പിലൊക്കെ എടുത്ത് കൊണ്ടുവന്ന് കുക്കർ വെച്ചിട്ടുണ്ട്. കുറച്ച് ആൾക്കാരേ ഉള്ളൂ, അപ്പോൾ ചെറിയ കുക്കറിലാണ് കറി ഉണ്ടാക്കുന്നത്. ഫ്രിഡ്ജ് തുറന്ന് നോക്കിയപ്പോഴാണ് ആകെ ഉണ്ടായിരുന്നൊരു തക്കാളി ചീഞ്ഞു പോയിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ തന്നെ ഞാൻ നേരെ ചെന്നിട്ട് കുഞ്ഞാമ്മാൻ്റെ അടുത്തുനിന്നൊരു തക്കാളി വാങ്ങിക്കൊണ്ട് വന്നിട്ടാണ് പിന്നെ കറി ഉണ്ടാക്കാൻ വേണ്ടി നിന്നിട്ടുള്ളത്. വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഞാൻ തലേന്ന് തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം മോൻ എണീച്ച് വന്നാൽ വെളുത്തുള്ളിയൊക്കെ തൊലിച്ചെടുക്കാൻ ചിലപ്പോൾ അവനെ അങ്ങനെ സമ്മതിക്കൂല. അതുകൊണ്ട് ഞാൻ അത് തലേദിവസം തൊലിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ലെക്ക് എന്ന് പറയാൻ അവൻ അന്ന് വളരെ ലേറ്റായിട്ട് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് എണീച്ചിട്ടുണ്ടായിരുന്നത്. തേങ്ങ അരച്ചിട്ടാണ് മുട്ടക്കറി വെക്കുന്നത്. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങ പൊട്ടിച്ച് ചിരവിയെടുത്ത് അത് പെട്ടെന്ന് തന്നെ അരച്ചെടുക്കുകയാണ്. ഇവിടെ ഉപ്പാക്ക് അധികം എരിവ് കൂട്ടാൻ പറ്റാത്തതുകൊണ്ട് തന്നെ നമ്മൾ കറിയിലൊക്കെ വളരെ കുറച്ച് മാത്രമേ എരിവ് ഇടാറുള്ളൂ. അപ്പോൾ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഇട്ടിട്ട് ഒരു ചെറിയ പച്ചമുളക് മാത്രമേ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞാൻ കുറച്ച് ചിക്കൻ മസാലയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. മുട്ടക്കറി അല്ലെങ്കിൽ സ്കൂൾക്ക് കൊണ്ടുപോകാൻ മുട്ടക്കൂട്ടാനൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇത്തിരി ചിക്കൻ മസാലേൻ്റെ പൊടി ആഡ് ചെയ്താൽ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഒരു ഇത്തിരി ചിക്കൻ മസാലയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. മസാലയൊക്കെ ഒന്ന് സെറ്റായിട്ട് വരുമ്പോഴത്തേനും ചിരണ്ടി വെച്ചിട്ടുള്ള തേങ്ങയൊക്കെ ഒന്ന് അരച്ചെടുക്കാം. കുറച്ച് കറി ഉണ്ടാക്കണുള്ളൂ, അതുകൊണ്ട് തന്നെ ഞാൻ മിക്സിൻ്റെ ചെറിയ ജാറിലിട്ടിട്ടാണ് തേങ്ങ അരച്ചെടുക്കുന്നത്. കറിക്കുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ നടക്കുന്നുണ്ടെങ്കിലും കടി എന്താണ് ഉണ്ടാക്കേണ്ടതെന്ന് ഞാൻ ഇതുവരെ പ്ലാൻ ചെയ്തിട്ടില്ല. അല്ലു എണീച്ച് വരാത്തതുകൊണ്ട് തന്നെ പണികളൊക്കെ പെട്ടെന്ന് നീങ്ങുന്നുണ്ടായിരുന്നു. മുട്ട ഞാൻ ആദ്യം ഇതുപോലെ ഒരു പാത്രത്തിലോട്ട് പൊട്ടിച്ച് നോക്കുകയാണ്, എന്നിട്ടാണ് കുക്കർക്ക് ആഡ് ചെയ്യുന്നത്. മുന്നൊരിക്കൽ ഞാൻ നേരിട്ട് കുക്കർക്ക് മുട്ട ഉടച്ച് പറന്നപ്പോൾ പണി പാളിപ്പോയിട്ടുണ്ടായിനി. മുട്ട കേട് വന്നിട്ടുണ്ടായിനി. അപ്പം കറി മൊത്തത്തിൽ ഒഴിവാക്കേണ്ടതായിട്ട് വന്നു. അതിന് ശേഷമാണ് ഞാൻ മുട്ട ഇങ്ങനെ പാത്രത്തിലോട്ട് പൊട്ടിക്കാൻ തുടങ്ങിയത്. ഓരോ വീഴ്ചകളിൽ നിന്നാണല്ലോ ഓരോ കാര്യങ്ങൾ നമ്മൾ പഠിച്ചെടുക്കുക. മുട്ട ഒടിച്ച് പാർന്ന ഉടനെ തന്നെ ഇളക്കാതെ അതൊന്ന് മൂടി വെച്ചിട്ട് വേവിക്കുകയാണെങ്കിൽ നമുക്ക് മുട്ടൻ്റെ ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളായിട്ട് കറിയിൽ ഇങ്ങനെ കിട്ടും. നൂൽപുട്ടന്നെ ആക്കാമെന്ന് വിചാരിച്ചിട്ട് വെള്ളം ഞാൻ തിളപ്പിക്കാൻ വേണ്ടിയിട്ട് അപ്പുറത്തെ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. തിളച്ച വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മൾ നൂൽപുട്ടിന് പൊടി വാട്ടിയെടുക്കൽ. ചില ആൾക്കാർ ചെറിയ ചൂടുള്ള വെള്ളത്തിലും വാട്ടിയെടുക്കുമെന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട്. പക്ഷെ നമ്മളെപ്പോഴും തിളച്ച വെള്ളത്തിലാണ് വാട്ടിയെടുക്കാറ്. കറിക്ക് ഞാൻ ആദ്യം ഉള്ളി വാടാനുള്ള കുറച്ച് ഉപ്പ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ തേങ്ങൻ്റെ അരപ്പൊക്കെ പറഞ്ഞതിന് ശേഷം ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഒന്ന് ആഡ് ചെയ്യാണ്. ഇവിടെ പൊതുവെ ഉപ്പും വളരെ കുറച്ച് മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. ഇവിടെ ഇങ്ങനെ ശീലമായിട്ട് വേറെ എവിടെയെങ്കിലും പോയിട്ട് എനിക്ക് കറിയൊക്കെ കൂട്ടുമ്പോൾ ഭയങ്കര ഉപ്പ് കൂടുതലുള്ള പോലെ തോന്നും. കുറച്ച് മല്ലിച്ചപ്പും കൂടി ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ആഡ് ചെയ്തിട്ട് സ്റ്റൗവിൻ്റെ തീ ഒന്ന് കൂട്ടി വെക്കാണ് പെട്ടെന്ന് തിളക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിന് നൂൽപുട്ടിന് വെച്ചിട്ടുള്ള വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ട്. അത് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഞാൻ പൊടിയൊക്കെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുകയാണ്. പൊടി നല്ല സോഫ്റ്റ് ആക്കിയിട്ട് കുഴച്ചെടുത്താൽ നമുക്ക് ആ അച്ചിലിട്ടിട്ട് ഇങ്ങനെ പ്രസ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. ഭയങ്കര ടൈറ്റ് ആയിട്ടാണ് മാവെന്നുണ്ടെങ്കിൽ നമ്മൾ ഭയങ്കര ബലം കൊടുത്തിട്ട് വേണ്ടി വരും ആ അച്ചിലിട്ടിട്ട് പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇഡ്ഡലി തട്ടിൽ വെച്ചിട്ടാണ് നമ്മൾ നൂൽപുട്ട് കുക്ക് ചെയ്തിട്ട് എടുക്കുന്നത്. പൊടി മൊത്തത്തിൽ കുഴച്ചെടുക്കാൻ മാത്രം അത് ചൂടാറിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വേഗത്തിന് വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ മുകളിൽ നിന്ന് കുറച്ച് ഭാഗം മാത്രം എടുത്തിട്ടൊന്ന് ഉരുളാക്കിയിട്ട് അച്ചിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഫസ്റ്റ് സെറ്റ് നൂൽപുട്ടായപ്പോൾ തന്നെ ഉപ്പ ചായ കുടിച്ച് പീടിയേക്ക് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ കുഞ്ഞുമോനും ഉമ്മാനെ കൊണ്ടുവരാനുള്ളതുകൊണ്ട് കുഞ്ഞുമോനും നേരത്തെ തന്നെ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മോൻ നീച്ച് വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഓന് ഉള്ള ബൂസ്റ്റ് ഞാൻ ആദ്യം തന്നെ അവൻ്റെ ബോട്ടിലാക്കി വെക്കാണ്.
പിന്നെ ഇതേ സിങ്ക് നിറയെ പാത്രങ്ങളായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനത് കഴുകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ആദ്യം ഞാൻ ഗ്ലാസ്, ഇങ്ങനെയുള്ള അടുപ്പുകൾ അങ്ങനെ തുടങ്ങിയിട്ടുള്ള ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ പെട്ടെന്ന് അങ്ങ് കഴുകിയെടുത്ത് വെക്കും. പിന്നെയാണ് കുക്കറി, ചെമ്പട്ടി അങ്ങനെ തുടങ്ങിയിട്ടുള്ള വലിയ സാധനങ്ങളൊക്കെ അവസാനമാണ് കഴുകുക. അതിൻ്റെ ഇടയ്ക്ക് അല്ലു എണീച്ച് വന്നിട്ടുണ്ടായിരുന്നു. അല്ലു എണീച്ച് വന്നാൽ ഓൻ എന്തെങ്കിലും കുടിക്കാൻ കിട്ടണം. ഓന് എണീച്ച് വരുമ്പോൾ ഭയങ്കര ദാഹമാണ്. പാലുകൂടി നിർത്തിയതിന് ശേഷമാണ് കേട്ടോ അങ്ങനെ ഒരു ശീലം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ രാവിലെ തന്നെ ചായ കൊടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ പാലിലോട്ട് ഇത്തിരി ബൂസ്റ്റ് പൊടി ആഡ് ചെയ്തിട്ട് അങ്ങനെയാണ് കൊടുക്കലുള്ളത്. അത് കുടിച്ച് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഒരു 8 മണി 8:30 ആവും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ. ബ്രേക്ക്ഫാസ്റ്റ് എത്ര ലേറ്റ് ആയാലും അവന് കുഴപ്പമില്ല. പക്ഷേ കുടിക്കാനുള്ളത് അവന് എണീച്ച് വരുമ്പോൾ തന്നെ അവന് കിട്ടണം. കഴുകി വെച്ച പാത്രങ്ങളൊക്കെ ഈ ഒരു മൂലയിൽ അടുക്കി വെക്കാണ്. കാരണം ഇതിലെ മിക്കവാറും പാത്രങ്ങളൊക്കെ ഇനി ലഞ്ച് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സമയത്ത് എടുക്കാനുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ ഇവിടെ തന്നെ വെക്കാണ്. അതിനിടയിൽ കുഞ്ഞുമോനും അല്ല ഉമ്മാനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. ഓൾമോസ്റ്റ് എൻ്റെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് കിച്ചൺ നീറ്റാക്കി ഇട്ടിട്ടുണ്ട്. പിന്നെയാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നത്. ആരും ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര ശാന്തമായിട്ട് ഒറ്റയ്ക്ക് ഇരുന്ന് ഫോണൊക്കെ നോക്കിയിട്ടാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിന് അന്നേ. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച ഉടനെ തന്നെ ഞാൻ മുറ്റമൊക്കെ ഒന്ന് അടിച്ചു വാരിയിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ കോഴിക്കൊക്കെയുള്ള ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഉപ്പയാണ് ഇത് എന്നും ചെയ്യാറ്. അപ്പം ഇന്ന് ഉമ്മയില്ല. ഉപ്പ രാവിലെ തന്നെ ചായ കുടിച്ച് പീടിയൊക്കെ പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ കോഴിക്കളെ കൂടൊക്കെ ഒന്ന് തുറന്ന് വിടാണ്. കോഴിക്കളെ ചിറകോ കാലോ അങ്ങനെയൊന്നും എൻ്റെ മേത്ത് തട്ടണേ എനിക്ക് വലിയ ഇഷ്ടമല്ല കേട്ടോ. എനിക്ക് കോഴിക്കളൊന്നും വലിയ താല്പര്യമുള്ള കൂട്ടത്തിലൊന്നും അല്ല ഞാൻ. പിന്നെ ഞാൻ കൂടെ അടച്ചിടാണ്. ഇനിയിപ്പോൾ അതിൽ വലിയ മുട്ടയൊക്കെ ഉണ്ടെങ്കിൽ പൂച്ചയൊക്കെ ആക്കി എടുത്തുകൊണ്ട് പോകും. അപ്പോൾ കൂടൊക്കെ അടച്ചിടാണ്. പിന്നെ ഞാൻ നേരെ ചോറിന് വെള്ളം വെച്ചിട്ട് ലഞ്ചിനുള്ള പരിപാടികൾ നോക്കുകയാണ്. ഉപ്പാക്ക് ഇവിടെ ഗ്രോസറി ഷോപ്പ് ആയതുകൊണ്ട് തന്നെ പച്ചക്കറികളൊക്കെ ഒരുപാട് സാധനങ്ങൾ ഉണ്ടാവും. അപ്പോൾ അതിൽ നമ്മൾ ചൂസ് ചെയ്ത് പിക്ക് ചെയ്തിട്ട് എടുക്കണം. കറി വെക്കാൻ പറ്റിയിട്ടുള്ളതും വലിച്ചെറിയാനുള്ളതൊക്കെ നമ്മളിങ്ങനെ തിരഞ്ഞെടുക്കണം. അപ്പോൾ ഉപ്പേരിക്കുള്ളത് എന്താണെന്ന് നോക്കുകയാണ്. ഉപ്പേരിക്ക് കയ്പങ്ങാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ കറി വെക്കാൻ കുറച്ച് കഷ്ണങ്ങളാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ പാടെ അരിഞ്ഞിട്ടിട്ടൊരു സാമ്പാറാക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു സാധനം ഉണ്ടല്ലോ, ഇതിന് പീച്ചിങ്ങാന്നാണോ പീച്ചിക്കാന്നാണോ എന്ന് പറയാമെന്ന് എനിക്കറിയില്ല. അങ്ങനെ എന്തോന്നാണ് ഇതിന് പറയാം. ഈ സാധനമൊക്കെ ഞാൻ എൻ്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ കാണാൻ തുടങ്ങി. ഇങ്ങനെ ഒരു പച്ചക്കറി ഉണ്ടെന്ന് പോലും എനിക്കറിയില്ല. ഇനി ഇത് ചൗ ഈ 2 സാധനങ്ങളും ഞാൻ ഇവിടെ കല്യാണം കഴിച്ച് പൂക്കോട്ടൂർക്ക് വന്നതിന് ശേഷമാണ് കാണാൻ തുടങ്ങിയിട്ടുള്ളത്. പിന്നെ തലേദിവസമാണ് കുഞ്ഞുമോൻ ചെന്നൈയിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരുപാട് ഡ്രസ്സുകൾ ഉണ്ടായിരുന്നു വാഷ് ചെയ്യാൻ. അപ്പോൾ അതൊക്കെ ഒന്ന് മെഷീനിൽ ഇടുകയാണ്. ചൂടുവെള്ളത്തിലിട്ടിട്ടാണ് കുഞ്ഞുമോൻ ചെന്നൈയിൽ നിന്ന് കൊണ്ടുവരുന്ന ഡ്രസ്സുകളൊക്കെ ഞാൻ വാഷ് ചെയ്യുക. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് മെഷീനിലിടുകയാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ രാവിലത്തെ വിശേഷങ്ങൾ. പിന്നെ എല്ലാവർക്കും ഉള്ളതുപോലെ കുറച്ച് ക്ലീനിങ് പരിപാടികളൊക്കെയാണുള്ളത്. പിന്നെ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ അന്ന് ബെഡ്ഷീറ്റ് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബെഡ്ഷീറ്റ് വിരിച്ചിട്ടാണ്. പിന്നെ കുളി കഴിഞ്ഞ് വന്നാൽ ഞാൻ കുറച്ച് നേരം ഒന്ന് കിടക്കും. പിന്നെയാണ് ഫുഡ് കഴിക്കാനൊക്കെ വേണ്ടിയിട്ട് പോകുക. ആ ഒരു സമയത്താണ് ഞാൻ ഫോണിൽ വന്നിട്ടുള്ള മെസ്സേജുകളും അതിനുള്ള റിപ്ലൈ കാര്യങ്ങളൊക്കെ നോക്കുന്ന ആ ഒരു ടൈമിലാണ്. അപ്പോൾ വേഗം തന്നെ ബെഡ്ഷീറ്റ് വിരിച്ചിടാണ്. ഇത്രയാണ് എൻ്റെ ഒരു വിശേഷം.